കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യം, അതിന് പിന്നാലെയുണ്ടായ ശക്തമായ പ്രതിഷേധം, പിന്നീട് നടന്ന ചർച്ച, അതിലിപ്പോഴൊരു ധാരണ രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അജീഷിൻ്റെ കാര്യത്തിൽ ഒരു ധാരണ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും ആ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നം, സ്ഥിരമായുള്ള അവരുടെ കാട്ടാനപ്പേടി, വന്യമൃഗശല്യം, അതിൽ പരിഹാരമുണ്ടാവുന്നില്ല, വനംവകുപ്പ് ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നുള്ള വിമർശനം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി, അത് സജീവമാക്കി തന്നെ ഉയർത്തുകയാണ് പ്രതിഷേധക്കാർ. ഈ കാട്ടാനയെ മയക്കുപിടി വയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വനംവകുപ്പ് മേധാവി അത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ചാലീഗതയിൽ മതിൽ തകർത്ത് വീട്ടുമുറ്റത്ത് കയറിയ ആനയുടെ ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെടുന്നത്. ആ ആന ഇപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങളോട് വിശദീകരിക്കണം. വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വിശദീകരിക്കണം എന്നുള്ള ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സജോ, നാട്ടുകാരുന്നയിക്കുന്ന അവരുടെ പ്രശ്നം ഇനിയും ഭീതിയോടുകൂടി കഴിയാൻ കഴിയില്ല, നല്ല കാര്യക്ഷമമായ രീതിയിലുള്ള ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം, അതുപോലെ ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നതിലടക്കം വീഴ്ച വന്നോ എന്നുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ സജീവമാക്കി ഉയർത്തുകയാണോ നാട്ടുകാർ, പ്രതിഷേധക്കാർ? സജോ. റിജിത്ത്, നാട്ടുകാരിൽ ഒരു വിഭാഗം ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, അവിടെ ഈ സ്ഥലങ്ങളിലൊന്നും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവൻ, സ്വത്ത്, കൃഷിഭൂമി ഇവയുടെ ഒന്നും സംരക്ഷണം, സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. വലിയ പ്രതിഷേധം, മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ്. മാനന്തവാടി ഒരുപക്ഷെ ഇതുവരെ സാക്ഷ്യം വഹിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അപൂർവമായ, അസാധാരണമായ ജനകീയ പ്രതിഷേധമാണ് അലയടിച്ചുയർന്നത്. ഏറ്റവും ഒടുവിൽ അതിലൊരു ധാരണയുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നേരത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ മൃതദേഹം എത്തിക്കുകയും ഇവിടെ തന്നെ ജനസഞ്ചയം തമ്പടിച്ച് പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മിനിറ്റ്സിൽ, തീരുമാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള മിനിറ്റ്സിൽ കുടുംബാംഗങ്ങളും MLA-മാരും ജനപ്രതിനിധികളും സഭാപ്രതിനിധികളുമൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ നേരത്തെ നമ്മൾ വിശദമായി സൂചിപ്പിച്ചതാണ്. നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപ തിങ്കളാഴ്ച കൈമാറും. ഒപ്പം ബാക്കി 40 ലക്ഷത്തിന് സർക്കാരിന് ശുപാർശ നൽകും. അതായത് ആളുകളുടെ ആവശ്യമായിരുന്നു 50 ലക്ഷം എന്നത്. കുടുംബത്തിൻ്റെ മുഴുവൻ കടബാധ്യതയും എഴുതിത്തള്ളാൻ ഉള്ള ശുപാർശയാണ്. അത് ആ സർക്കാർ തലത്തിൽ അനുകൂല പരിഗണന നൽകുകയും നിർദ്ദേശങ്ങളായി നൽകുകയും ചെയ്യും. ഒപ്പം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കും എന്നൊരു തീരുമാനമുണ്ട്. സർക്കാർ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. സജോ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയതുമായി പ്രേക്ഷകർക്കൊപ്പം പ്രവിത ലക്ഷ്മി എത്തും. നമസ്കാരം.